ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിനെക്കുറിച്ച് നിരവധി വിശകലന പരമ്പരകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഒരു പരമ്പര കേരളത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ജനവിധി എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും മന്ത്രിമാരാണ് ഭരണത്തിൻ്റെ ആദ്യ മുഖങ്ങൾ. ഭരണവിരുദ്ധ വികാരം ആദ്യം പ്രതിഫലിക്കാൻ സാധ്യതയുള്ളതും ഈ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാണ്. ഞങ്ങൾ ആദ്യ പരിശോധന നടത്തിയപ്പോൾ കണ്ടത് കേരളത്തിലെ 21 അത്തരം മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ 10 മണ്ഡലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണ് ഗവൺമെൻറ്റിനുണ്ടായിരിക്കുന്നത്. പ്രമുഖരായ പല മന്ത്രിമാർ നമുക്കറിയാം, വീണ ജോർജ്, വാസവൻ, വി ശിവൻകുട്ടി, OR കേളു, വി അബ്ദുറഹ്മാൻ, ഗണേഷ് കുമാർ, റോഷി അഗസ്റ്റിൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, സജി ചെറിയാൻ തുടങ്ങിയ മന്ത്രിമാരുടെയാണ്. ഏതാണ്ട് ബാക്കി 5 മന്ത്രിമാർ, 10 കഴിഞ്ഞ് 5 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ കാര്യമായ ഒരു നേട്ടവും ഭരണത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുമില്ല എന്നുള്ള ഒരു വസ്തുതയും കൂടിയുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു വിശകലന പരമ്പര ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് പത്തനാപുരത്ത് ഗണേഷ് കുമാറിൻ്റെയാണ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു താരമാണ്, മന്ത്രിസഭയിലെയും ഒരു താരമാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ചുമതല അവസാനം ട്രെയിൻ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ നിലയിൽ മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ സിനിമാ താരവും കൂടിയാണല്ലോ. ഏത് രീതിയിലും ഒരു താരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ ആദ്യ വിശകലനം നടത്തുന്നത്. എന്നോടൊപ്പം ശ്രീ വഹീദുണ്ട്. ശ്രീ വഹീദ്, നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പത്തനാപുരം 50 വർഷത്തിനിടയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 50 വർഷത്തിനിടയിൽ പത്തനാപുരത്ത് വലിയൊരു തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും അത് ഈ 50 വർഷം എന്ന് പറഞ്ഞാൽ അര നൂറ്റാണ്ടാണ്. ഇത് 50 വർഷം എന്ന് പറയുന്നത് പത്തനാപുരം പഞ്ചായത്തിൻ്റെ സ്ഥിതിയാണ്. ഈ പത്തനാപുരം പഞ്ചായത്തിൽ ഒരു LDF ഇതര ഭരണസമിതി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അത് 50 വർഷമായി എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ മൊത്തം പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിലെ ഉള്ളത് 6 പഞ്ചായത്തുകൾ മുഴുവനായും 2 പഞ്ചായത്തുകളുടെ ചെറിയ ഭാഗങ്ങളും ചേർന്നതാണ് പത്തനാപുരം അസംബ്ലി മണ്ഡലം, അതായത് നമ്മുടെ ഗണേഷ് കുമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. അപ്പോൾ ഈ 6 പഞ്ചായത്തുകളിൽ 2020 ഉള്ള നില നോക്കിയാൽ LDFന് 5 പഞ്ചായത്തുകളും ഒരേ ഒരു പഞ്ചായത്ത് UDFനുമായിരുന്നു ഭരണമുണ്ടായിരുന്നത്. കൂടാതെ ഈ 2 ഭാഗങ്ങൾ മാത്രം ചേർന്ന്, അതായത് മേലില, വെട്ടിക്കവല പഞ്ചായത്തുകളുടെ ചെറുഭാഗമാണ് ഈ അസംബ്ലി മണ്ഡലത്തിൽ വരുന്നത്. ആ 2 പഞ്ചായത്തുകളും LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതിലും മേലില പഞ്ചായത്ത് LDFനെ കൈവിട്ടു. അപ്പോൾ അത് മൊത്തത്തിൽ നോക്കിയാൽ അതിൽ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളിൽ 6 എണ്ണത്തിലും UDF ഭരണത്തിൽ വന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അത് നേരത്തെ അത് 1-7 ആയിരുന്നു, അതിപ്പോൾ 2-6 ആയിട്ട് തിരിച്ചു വന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ജില്ലാ പഞ്ചായത്തുകൾ 2 ഡിവിഷനിലാണുള്ളത്. നമുക്കറിയാം, അവിടെ മുനിസിപ്പാലിറ്റി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ 2 ഡിവിഷനുകൾ തന്നെയാണ് അത് കവർ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു പത്തനാപുരം മണ്ഡലം മുഴുവൻ കവർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആ 2 സ്ഥലത്തെ ഇത് നോക്കിയാൽ മാത്രമേ പത്തനാപുരത്തെ ജില്ലാ പഞ്ചായത്തിൽ ഏതാണ്ട് തലവൂരും അത് 2 ഡിവിഷൻ പൂർണ്ണമായും വരുന്നുണ്ട്. പിന്നെ വെട്ടിക്കവല ഡിവിഷന്റെ ഒരു ഭാവം കൂടി ഇതിൽ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ വെട്ടിക്കവല ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. അപ്പോൾ ഈ തലവൂർ പഞ്ചായത്ത് ഡിവിഷനിലും പത്തനാപുരം പഞ്ചായത്ത് ഡിവിഷനിലും നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം പഞ്ചായത്ത് ഡിവിഷൻ LDF നിലനിർത്തിയെങ്കിലും തലവൂർ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. അതുപോലെ അത് പത്തനാപുരം പഞ്ചായത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിക്ക് 1420 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തലവൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും, അത് വനിതാ വാർഡായിരുന്നു, വിജയിക്കുകയും അവർക്ക് ഏകദേശം 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 1000-ലധികം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം തന്നെ 3500-ഓളം വോട്ട് വരുന്നുണ്ട്. കൂടാതെ ഈ വെട്ടിക്കവല ഡിവിഷന്റെ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടിംഗ് നിലയും കൂടെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ UDF അവിടെ നേടിയിരിക്കുന്ന ഒരു അവസ്ഥ. ഗണേഷ് കുമാറിന് അവിടെ 14,000-ഓളം വോട്ടിന്റെ 14,000-ലധികമായിരുന്നു. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 20,000-ൽ താഴെ ഭൂരിപക്ഷം വരുന്നത് തന്നെ ആദ്യമായി കഴിഞ്ഞ തവണയാണ്. 20,000-ൽ താഴെ ഭൂരിപക്ഷം വരുന്നത്. 26,000 ഭൂരിപക്ഷത്തിന് വരെ വിജയിച്ചിട്ടുണ്ട് അവിടെ, 27,000-ഓളം. അപ്പോൾ ഈ 14,000-നെ മറികടന്ന് 5000 വോട്ടിന്റെ മേൽക്കൈ അവിടെ UDF ഉണ്ടാക്കിയിരിക്കുന്നു. 14,000 മറികടന്ന് 5000 ഏതാണ്ട് 20,000 വോട്ടിന്റെ ഒരു ഫലം
വാസ്തവത്തിൽ അവിടെ UDF നേടിയതാണ്. അവിടെ ഇപ്പം തിരുവനന്തപുരത്ത് ഈ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുരളീധരനെ ലോഞ്ച് ചെയ്ത പോലെ തന്നെ അവിടെ ഒരു കഴിഞ്ഞ തവണ മത്സരിച്ച ആള് തന്നെയാണ് ഇത്തവണ ആദ്യം മുതൽ അവസാനം ജ്യോതികുമാർ ചാമക്കാല. അതെ. ഇത്തവണ UDF ഓരോ ജില്ലയുടെയും ചുമതല ഓരോ KPCC ഭാരവാഹികൾക്കും ഇതുപോലെ ഓരോ അസംബ്ലി സെഗ്മെൻറ്റും നോക്കാനായിട്ട് ഓരോ പ്രാദേശികമോ അല്ലെങ്കിൽ KPCC തലത്തിലോ ഉള്ള നേതാക്കളെയും അവർ ചുമതല ഏൽപ്പിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ അവരൊരു ജില്ലയെപ്പോലെ കണക്കിലെടുത്താണ് ശരിക്കും മുരളീധരനെ ഏൽപ്പിച്ചത്. അവിടെ കൊല്ലം ജില്ല VS ശിവകുമാറിനായിരുന്നു ചുമതല. എന്നാൽ ഈ പ്രത്യേക മണ്ഡലത്തിൽ പത്തനാപുരം മണ്ഡലത്തിൽ അവിടെ ഇതിനു മുമ്പ് മത്സരിച്ച ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് അവിടെ അതിന്റെ ഈ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹം വളരെ ഭംഗിയായി ജ്യോതികുമാർ ചാമക്കാല നമുക്ക് എല്ലാവർക്കും അറിയാം, ചാനലിൽ സ്ഥിരമായി വന്നിട്ട് UDFന് വേണ്ടിയിട്ട് UDFന്റെ ഒരു ശക്തമായ ശബ്ദമാണ് ചാനലുകളിൽ, ടെലിവിഷൻ ചാനലുകളിലൊക്കെ അല്ലേ, അങ്ങനെയാണല്ലോ അദ്ദേഹം പ്രധാനപ്പെട്ട. അദ്ദേഹം അതിനകത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു CR മഹേഷ് കരുനാഗപ്പള്ളി ചെയ്തതുപോലെ തന്നെ ചെയ്തതുപോലെ തോറ്റിട്ട് അവിടെ വിട്ട് ഉപേക്ഷിച്ച് പോവാതെ അവിടെ നിൽക്കുകയും ജനബന്ധം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് CPI ഭരിച്ചുകൊണ്ടിരുന്ന എത്രയോ വർഷമായി നമ്മളെ പിടിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ ഒരു തന്ത്രമാണോ വാസ്തവത്തിൽ ജ്യോതികുമാർ? അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം അതും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ ശ്രീ CR മഹേഷ് അവിടെ വളരെ വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ ആ മണ്ഡലം ഉപേക്ഷിച്ച് പോകാതെ ആ ചെറുപ്പക്കാരനായ നേതാവ് അവിടെ തന്നെ തുടരുകയും 5 കൊല്ലം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഒരു LDF കാറ്റ് അടിച്ചിട്ട് പോലും അവിടെ 26,000 വോട്ടിന് വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് കുണ്ട്രയും വിജയിച്ചിരുന്നു. എന്നാൽ തന്നെയും ഞാൻ പറയുന്നത് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അയാളുടെ പ്രവർത്തന രീതി ചിലപ്പോൾ മാതൃകയായി എടുത്തിട്ടായിരിക്കാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായി പത്തനാപുരം തന്നെ തമ്പടിച്ച് പണി ചെയ്യുന്നുണ്ട് അവിടെ. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇത് വന്നതെന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നിയമസഭ 3 മാസം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്തനാപുരത്തിൻ്റെ ഒരു ചുവരെഴുത്ത് പോലെ കണക്കാക്കാൻ പറ്റുമോ? അതായത് മിക്കവാറും 2 പേര് തന്നെ ആയിരിക്കും അവിടെ പ്രധാനമായിട്ട് മത്സരിക്കുന്നത്. ഗണേഷ് കുമാർ അവിടെ മത്സരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതേസമയം ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കാരണം അദ്ദേഹം തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അതാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കാവുന്നില്ല, ഇപ്പൊ ഒരു ഫൈറ്റ് ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവിടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ശരിക്കും വളരെ അടുത്ത് തന്നെ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള കേളികൊട്ട് അവിടെ ഉണർന്നു കഴിഞ്ഞു. അതിലിപ്പോൾ ഒരു മേൽക്കൈ ജ്യോതികുമാർ ചാമക്കാല നേടിയിരിക്കുന്നു. അതിനെ മറികടക്കാൻ ഇനി ഗണേഷ് കുമാറിന് എന്തൊക്കെ ചെയ്യേണ്ടി വരും, എത്രത്തോളം പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ.